അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിശുദ്ധ മാസത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്ത്, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കിത്തരുന്ന, ജീവിതത്തിൽ സന്തോഷവും ബർക്കത്തും നൽകുന്ന, സാമ്പത്തികമായ പുരോഗതി നൽകുന്ന, കടങ്ങൾ പെട്ടെന്ന് നമുക്ക് വീട്ടാൻ പറ്റിയ ഒരു അത്ഭുത സ്വലാത്താണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ളീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. സ്വലാത്തുൽ മുൻജിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ സ്വലാത്താണിത്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾക്ക്, എന്തെല്ലാം ഉദ്ദേശങ്ങളെ മനസ്സിൽ കരുതി ഈ സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും എന്ന വിഷയം നാം അറിഞ്ഞിരിക്കണം. قال في شرع الدلائل عن الحسن بن علي الأصفهاني എന്നുള്ളവരെ തൊട്ട് ശറഹുദ്ദലായിൽ പറഞ്ഞ ഒരു സംഭവം, അന്നഹു ഖാൽ മൻ ഖാല ഹാദിഹി സ്വലാത്ത, ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഫീ കുല്ലി മുഹിമ്മിൻ വബലിയത്തി, എത്ര വലിയ പ്രയാസം നിറഞ്ഞ വിഷയമാണെങ്കിലും, എത്ര വലിയ ബുദ്ധിമുട്ട് ഉള്ള സമയത്താണെങ്കിലും, വബലിയത്തിൻ, അതുപോലെ തന്നെ എത്ര വലിയ ബലാഅകൾ ഇറങ്ങിയ സമയത്താണെങ്കിലും, ഈ സ്വലാത്ത് അൽഫ മറ, 1000 വട്ടം, 1000 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ ഫറജല്ലാഹു അൻഹു, അവന്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടങ്ങൾ എല്ലാം അല്ലാഹു മാറ്റിക്കൊടുക്കും. വഅദ്റക മഅമൂലഹു, അവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കും. അപ്പൊ ഈ സ്വലാത്ത് 1000 പ്രാവശ്യം, എന്താണ് ഉദ്ദേശം, അത് മനസ്സിൽ കരുതി ചൊല്ലിയാൽ പെട്ടെന്ന് ആ ഉദ്ദേശം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരും, വിഷമങ്ങളെ അള്ളാഹു മാറ്റിത്തരും. മറ്റൊരു സംഭവം മഹാനായ ഫാക്കിഹാൻ ഇമാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കാണാം. വനിബ്നിൽ ഫാക്കിഹാൻ അൻ ശൈഖ് സ്വാലിഹ് മുസദ്ദരീർ ഖാല റകബത്തുൽ ബഹ്റ, ഞങ്ങൾ ഒരു ദിവസം കപ്പലിലൂടെ കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അൽ മിൽഹ, റഖബത്തുൽ ബഹ്റ അൽ മിൽഹ, കടൽ ക്ഷോഭം സംഭവിച്ചു. വഖാമത്ത് അലൈനാ റീഹുൻ ശദീദ, ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. ഖല്ല മൻ യൻജു, ഞങ്ങളെ രക്ഷപ്പെടുന്ന വിഷയത്തിൽ വല്ലാത്ത സംശയമായി. ഞങ്ങളെല്ലാം മുങ്ങി മരിക്കുമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഉളജ്ജന്നാസ്, ജനങ്ങൾ കരയാൻ തുടങ്ങി, വച്ചവെക്കാൻ തുടങ്ങി. ഫഗലബത്തിന്, ഈ അവസ്ഥ കണ്ടപ്പോൾ എന്റെ കണ്ണ് വല്ലാത്ത ഒരു വിഷമത്തിലായി. ഫനിംതു, ഞാൻ അതേ സ്പോട്ടിൽ, അതേ സമയത്ത് എനിക്ക് ഉറക്കം വന്നു. ഫറഅയ്തു നബിയ, അപ്പൊ ആ ഉറക്കിൽ, സ്വപ്നത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. ഓഹോ യഖൂലു, എന്നോട് നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ലി അഹ്ലിൽ മർകബ്, കപ്പലിലുള്ള ആളുകളോട് നിങ്ങൾ പോയി പറയണം, യഖൂലൂന അൽഫ മറ, 1000 പ്രാവശ്യം അവര് പറയട്ടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് എന്ന ഈ സ്വലാത്ത് ഇതിന്റെ അവസാനം വരെ, വബഅദൽ മമാത്ത് വരെ എല്ലാ ആളുകളും 1000 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ ഞാൻ ഉറക്കിൽ നിന്ന് ഞാൻ ഉണർന്നു. വഅലിംതു അഹ്ലൽ മർകബി വറുയ, ഞാൻ കണ്ട സ്വപ്നം ആ കപ്പലിലുള്ള ആളുകളൊക്കെയും പറഞ്ഞു. വസല്ലൈനാ ബിഹാ, ഞങ്ങളങ്ങനെ ഈ സ്വലാത്തുൽ മുൻജിയ ചൊല്ലാൻ തുടങ്ങി. നഹവ സലാസമിയത മറ, 300 പ്രാവശ്യം എത്തിയപ്പോൾ
ഞങ്ങൾ ചൊല്ലി 300 എണ്ണം 300ലേക്ക് എത്തിയപ്പോൾ ഫറജല്ലാഹു അൻഹാ, ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആ വലിയ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ വലിയ അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്താണ്. മഹാനായ ഫാക്കിഹാൻ ഇമാമിനിക്ക് സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത അത്ഭുത സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. മുൻജിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന സ്വലാത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഈ സ്വലാത്തിന്റെ മഹത്വങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. വഖദ് ഖാല ബഅദുൽ അശ്യാഖ്, ചില മശായിഖന്മാർ പറഞ്ഞു, മൻ ഖാലഹാ ഫീ മുഹിമ്മിൻ ഔ നാസിലത്തിൻ, എത്ര വലിയ പ്രയാസം നിറഞ്ഞ എത്ര വലിയ ബുദ്ധിമുട്ട് ഇറങ്ങിയ സമയത്താണെങ്കിൽ, അതേപോലെ തന്നെ നാസിലത്തിൻ എന്തെങ്കിലും മുസീബത്ത്, എന്തെങ്കിലും രോഗങ്ങൾ, എന്തെങ്കിലും മാരകമായ വൈറസുകൾ ഇറങ്ങിയ സമയത്ത് ഈ സ്വലാത്ത് അൽഫ മറ 1000 പ്രാവശ്യം ചൊല്ലിയാൽ ഫറജല്ലാഹു അൻഹാ, അല്ലാഹുവിനെ ആ മുസീബത്തിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. വഅദ്റക മഅമൂലഹു, അവന്റെ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. വമൻ നക്സറ മിൻഹാ സമനത് തഊൻ, പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്വലാത്ത് അധികരിപ്പിച്ചാൽ അമിന മിൻഹു, അല്ലാഹു രക്ഷപ്പെടുത്തും. വമൻ നക്സറ മിൻഹാ ഇൻദ റുകൂബിൽ ബഹരി, കടലിലൂടെ യാത്ര ചെയ്യുന്നവര്, കപ്പലിലൂടെ യാത്ര ചെയ്യുന്നവർ ഈ സ്വലാത്ത് അധികരിപ്പിച്ചാൽ അമിന മിനൽ ഗറഖ്, ആ കപ്പലിൽ സംഭവിക്കുന്ന എല്ലാവിധ, അല്ലെങ്കിൽ ആ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും. ഒമൻ ഖറഅഹാ 500 മറ, ഈ സ്വലാത്ത് 500 വട്ടം ആരെങ്കിലും ചൊല്ലിയാൽ യുനാലു മാ യുരീദു ഫിൽ ജിൽബി വൽ ഗന, അവന്റെ ജീവിതത്തിൽ ഐശ്വര്യം അല്ലാഹു നൽകും. ഇത് മഹാന്മാര് വഹിയ മുജറബത്തുൻ, ഇൻഷാ അല്ലാഹു വഹിയ മുജറബത്തുൻ, ഇത് മഹാന്മാര് പരിശോധിച്ച് വിജയം കിട്ടിയ ഒരു വിഷയമാണ്. എല്ലാ ദിവസവും 500 വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവനെ പെട്ടെന്ന് സമ്പന്നനാക്കും, ഐശ്വര്യം നൽകും. ഖാല, മഹാന്മാര് പറഞ്ഞു, അന്നഹാ കൻസും മിൻ കുനൂസിൽ അർശ്, ഇത് വലിയ ഒരു നിധിയാണ്. ഫഇൻ മൻ ദആ ബിഹാ അൽഫ മറ ഫീ ജൗഫിൽ ലൈലി ലിഅയ്യി ആജത്തിൻ, എന്തൊരു ആവശ്യം വെച്ച് 1000 പ്രാവശ്യം, അൽഫമർ 1000 പ്രാവശ്യം പാതിരാ സമയത്ത് തഹജ്ജുദിന് എണീച്ച് ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ കാനത് മിനൽ ഹജാതി ദുന്യവിയ വൽ ഉഖറവിയ, അത് ദുന്യാവിന്റെ ആവശ്യമാകട്ടെ ആഖിറത്തിന്റെ ആവശ്യമാകട്ടെ, ഖല്ലാഹു തആല ആജതു, അവന്റെ ആവശ്യം അല്ലാഹു പെട്ടെന്ന് നിറവേറ്റി കൊടുക്കും. ഫഇന്നു അസ്റഉൽ ഇജാബത്തി മിനൽ ബർഖി വൽ ഖാതിഫ്, അത് മിന്നിന്റെ വേഗത്തിനേക്കാളും സ്പീഡിൽ, ഫാസ്റ്റിൽ അല്ലാഹു അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും. അപ്പൊ അത്രയും അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. ഈ മഹത്തായ മാസത്തിൽ എല്ലാ ആളുകളും ഈ സ്വലാത്ത് അധികരിപ്പിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവര്, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കള്, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, ഭക്ഷണം നൽകിയവര്, നമ്മെ സഹായിച്ചവരെല്ലാ ആളുകളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.